ഞാന് 6 months 25 days ഉള്ളപ്പോഴാണ് ജനിക്കുന്നത്. ഞാനൊരു പ്രിമിച്ചർ ബേബിയാണ്. സോ ഞാൻ ഏകദേശം ഒരു 30 ഡേയ്സിന് പ്ലസ് ഞാൻ ഇൻക്യുബേറ്ററിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഈ ചെവി സാധാരണ ആളുകളെ പോലെ അല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ എൻ്റെ ചെവിയുടെ ഈ ഇയർ ഹോളും വളരെ ചെറുതാണ്. അതെനിക്ക് എല്ലാ ഇയർഫോൺസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ചെവി എനിക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പൊ ആ ചെവിയിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അതൊരു കപ്പിയറാണ്. അപ്പൊ ആക്ച്വലി നോക്കുക വെച്ചാൽ നമ്മൾ കോങ്കാന്ന് പറഞ്ഞിട്ട് അകത്തൊരു കുഴിയുണ്ട്. ആ കുഴിയുടെ ഡെപ്ത് കൂടുതലാണ്. അപ്പൊ ഡെപ്ത് കൂടുതലാണെന്ന് വെച്ചാൽ ഈ ആന്റി ഹെലിക്സ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഇതാണ് ഹെലിക്സ്, ഇതിന്റെ ഫ്രണ്ടിൽ ആന്റി ഹെലിക്സ് പറഞ്ഞ ഭാഗമുണ്ട്. ആന്റി ഹെലിക്സ് കുറെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന മാതിരിയാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ആക്ച്വലി ആ ഇയർ മാത്രമല്ല 2 ഇയറിന് ആ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന കാര്യം വിത്തൗട്ട് നമ്മൾ ഒരു മാർക്കൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ട് ദെൻ വിൽ യു കൺസിഡർ ദാറ്റ് ടു ബി എസ്തെറ്റിക് സർജറി ഓർ എ റീകൺസ്ട്രക്റ്റീവ് സർജറി? നമുക്ക് എന്തും പറയാം. ഇപ്പൊ അത് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇതില്ല. പക്ഷെ അത് ഒരു നമ്മൾ പറയുന്ന നോർമലിൽ നിന്ന് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരിതാണ്. ഓക്കെ, അപ്പൊ അതിന് കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വിൽ യു ഇൻക്ലൂഡഡ് എസ്തെറ്റിക് സർജറി ഓർ റീകൺസ്ട്രക്റ്റീവ് സർജറി? ഒരു ഇൻഷുറൻസുകാരൻ പറയും അത് എസ്തെറ്റിക് സർജറിയാണ്, അതായത് ഞാൻ ഇൻഷുറൻസ് തരില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം അതൊരു റീകൺസ്ട്രക്ഷൻ ആണ്. അതൊരു അതിനകത്ത് ഒരു ഡിഫക്റ്റ് ഉണ്ട്. ആ ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ഇതാണ്. ഇല്ല, കിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇൻഷുറൻസിന്റെ സമയത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഡു യു ഹാവ് എനി പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും എനിക്ക് ഒരു പ്രീ എക്സിസ്റ്റിംഗ്, എല്ലാവരും അത് സൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അത് കിട്ടില്ല, ഇൻക്ലൂഡ് ആവില്ല. ഇല്ല.